ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിന്റെ സെക്കൻഡ് എപ്പിസോഡാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എല്ലാം പറിച്ച് നേരത്തെ നട്ടത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. ആൻഡ് നമുക്കിനി അതൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോ നോക്കാം അല്ലേ എസക്കുട്ട? ഹലോ ഗൈസ് പറയാമോ? ഞാൻ വാഴ. എനിക്ക് മലയാളികളോട് 2 വർത്തമാനം പറയാനുണ്ട്. നിങ്ങൾ എന്റെ ഇല എടുത്ത് സദ്യ വിളമ്പും, എന്റെ പിണ്ടി, പൂവ്, അടപടലോ എല്ലാം എടുത്ത് കറി വെക്കും. എന്റെ പഴം പഴുക്കുമ്പോ പുഴുങ്ങി തിന്നും. എന്നിട്ട് ഒരു പണിയും എടുക്കാതെ നടക്കുന്നവന്മാരെയൊക്കെ വാഴയെന്നും പഴം വിഴുങ്ങിയെന്നും വിളിച്ച് കളിയാക്കും. ഇവിടെ എന്റെ രോമം വരെ പണിയെടുത്തോണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് എന്നോട് പട്ടിപ്പുച്ഛം, പുല്ലുവില. ഈ സൈഡിൽ ഇച്ചിരി തണലൊക്കെ ഉള്ള കാരണം ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ട് കേട്ടോ. ഇത് നമ്മൾ പറിച്ച് നടാത്തതാ. പറിച്ച് നടാത്തത് നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അല്ലേ ഏട്ടായി? പൂക്കളും ഉഴകളും ലഹരിയും ഭൂമി സുന്ദരം. ഒരെണ്ണം കരിഞ്ഞു പോയി എസക്കുട്ട, നോക്ക്. ഒരെണ്ണം കരിഞ്ഞു പോയി. അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. സൺഡേണായി കാണും അല്ലേ? ഇത് കാണിച്ചു തരാം, റെയിൻബോ. അവിടെ വെള്ളം വരുന്നുണ്ട്. ഇത് 2 കുഴപ്പമില്ല അല്ലേ? ഇത് 2 കുഴപ്പമില്ല. ഇത് ചെറിയ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലേ? ഇങ്ങനെ ഉണ്ടോ നോക്കെ. ഇതൊക്കെ പച്ച പിടിക്കുമായിരിക്കും അല്ലേ? ഓ, ഇവിടെ ഒരാൾ ശോഷിച്ച് നിൽക്കുന്നുണ്ട്. വളം ഇട്ട് കൊടുക്കുന്നു. അമ്മ ഇപ്പൊ തരാം. ഇതൊന്നും കുഴപ്പമില്ല അല്ലേ ഏട്ടായി? ഇതൊക്കെ വളരും അല്ലേ? എടാ എടാ വെള്ളം വെക്കടാ എസക്കുട്ടാ. എസക്കുട്ടാ ഇവിടെ നട്ട് ഓർമ്മണ്ടായിരുന്നല്ലോ. ആ ഫോണിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരെണ്ണം മാത്രമേ പൂർണ്ണമായി കരിഞ്ഞു പോലും, ബാക്കിയുള്ളവര് കരിയുമോ? ഇതിനൊക്കെ ഒരു മഞ്ഞപ്പുണ്ട്. അപ്പൊ ഈ വാർഡ് നിൽക്കുന്നതൊക്കെ രക്ഷപ്പെടാൻ എന്തെങ്കിലും എന്താ കൃഷി കൈപ്പൊടികൾ അറിയാമെങ്കിൽ സജസ്റ്റ് ചെയ്യുക. ആൻഡ് വേറൊരു കാര്യം, വെയിലത്ത് ചെടിക്ക് വെള്ളം ഒഴിച്ചാൽ കുഴപ്പമുണ്ടോ? അതും കർഷകരിൽ നിന്ന് വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.